ഹലോ ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഹിക്വിഷൻ്റെ ഒരു NVR ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു NVR ഒക്കെ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഹിക്വിഷൻ്റെ NVRകൾ രണ്ടായിട്ടാണ് പൊതുവെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് K1 കാറ്റഗറിയിൽ വരുന്നതും രണ്ട് K2 കാറ്റഗറിയിൽ വരുന്നതും. അപ്പോൾ എല്ലാവരുടെയും ഒരു ധാരണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, K1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിംഗിൾ ഹാർഡ് ഡിസ്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് NVRും K2 എന്ന് പറഞ്ഞാൽ രണ്ട് ഹാർഡ് ഡിസ്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് NVRും. ആക്ച്വലി ഈ K1 K2 NVRകൾ തമ്മിൽ ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. നിങ്ങൾ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം. K1 K2 എന്ന് പറഞ്ഞ രണ്ട് NVR തമ്മിൽ നല്ല ഡിഫറൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ഒരു രണ്ട് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നെക്സ സിസ്റ്റം എന്നുള്ളതൊരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, നമ്മൾ കേരളത്തിൽ മൊത്തം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങളുടെ എവിടെയെങ്കിലും വീടുകളിലോ ഓഫീസുകളിലോ ഫ്ലാറ്റുകളിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാമറ വെക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്യാമറകളിൽ IP ക്യാമറകളിൽ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തന്നെ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് ലെവൽ ട്രെയിനിങ് ആണ്. അതായത് ഒരു ബിഗിനർ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും വലിയൊരു വർക്ക് സുഖമായിട്ടെടുത്ത് ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു പ്രൊഫഷണൽ ആയിട്ടൊരു ട്രെയിനിങ് എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് NVR എന്ന് പറഞ്ഞാൽ അറിയില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു കാര്യം പറയാം. NVR എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡറാണ്. നമ്മുടെ IP ക്യാമറകൾ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റോറേജ് മീഡിയ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് ഇടുന്നത്. അപ്പോൾ ഇത് റെക്കോർഡിങ് മാത്രമല്ല നമുക്ക് വേണ്ടി ചെയ്യുന്നത്, മറ്റ് പല ഫങ്ഷൻസും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ NVR എന്ന് പറയുന്നത്, ഹിക്വിഷൻ്റെ NVR അക്യൂസൻസ് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് പറയും. അതായത് മോഷൻ ഡിറ്റക്ഷൻ 2.0 ആണ് അതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി. അതായത് നമ്മുടെ പണ്ടത്തെ മോഷൻ ഡിറ്റക്ഷൻ 1.0ൽ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് മോഷൻ ഡിറ്റക്ഷൻ 1.0 നമ്മൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു ഇല അങ്ങ് പറന്നു പോയാലും ക്യാമറ അത് മോഷനായിട്ട് ഡിറ്റക്ട് ചെയ്ത ശേഷം നമ്മുടെ ഫോണിലേക്ക് ഒരു അലേർട്ട് തരും. പക്ഷേ പുതിയ മോഡൽ, അതായത് മോഷൻ ഡിറ്റക്ഷൻ 2.0ൽ ക്യാമറ സെൻസ് ചെയ്യുന്നത് മനുഷ്യരെയും അതുപോലെ തന്നെ വാഹനങ്ങളെയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ അക്യൂസെൻസ് ക്യാമറ, നമ്മുടെ ഈ സ്വിസ് കാറ്റഗറിയിൽ വന്നേക്കുന്ന ക്യാമറകൾ നമുക്ക് പെറ്റ്സിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിലും ക്യാമറകൾ ഇപ്പോൾ ഹിക്വിഷൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഹിക്വിഷൻ്റെ ഈ NVR എന്ന് പറയുന്നത് ഒരു ഇൻ്റലിജൻറ്റ് അനാലിസിസ് സപ്പോർട്ട് ചെയ്യുന്ന NVR ആണെന്ന് പറയും. അപ്പോൾ എന്താണ് ഈ ഇൻ്റലിജൻറ്റ് അനാലിസിസ്? ഇൻ്റലിജൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഫേസ് റെക്കഗ്നേഷൻ, പെരിമീറ്റർ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ മോഷൻ ഡിറ്റക്ഷൻ 2.0, ഈ മൂന്ന് കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് പ്രോഡക്റ്റിനെ, അതായത് NVRനെയാണ് നമ്മൾ ഇൻ്റലിജൻറ്റ് അനാലിസിസ് ടെക്നോളജി ഉള്ള, അതായത് ഡീപ്പ് ലേണിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് NVR എന്ന് പറയുന്നത്. ഹിക്വിഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ചാനൽ NVR ഉണ്ട്, 8 ചാനൽ NVR ഉണ്ട്, 16 ചാനൽ NVR ഉണ്ട്, 32 ചാനൽ NVR ഉണ്ട്, 64 ചാനൽ വരുന്നുണ്ട്. അതിന് മുകളിലോട്ട് അവർക്ക് ഡീപ്പ് ഇൻ മൈൻഡ് സീരീസിൽ വരുന്ന ഒരുപാട് ടൈപ്പ് NVR വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ 8 ചാനലും 16 ചാനലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്നത്. 4 ചാനൽ NVRും പല ആൾക്കാരും എടുക്കാറുണ്ട്. അപ്പോൾ 4 ചാനൽ NVR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ക്യാമറകൾ മാത്രം വെക്കുന്ന ടൈപ്പ് NVR ആണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ അവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് രണ്ട് ഹാർഡ് ഡിസ്ക് ഇടുന്ന ടൈപ്പ് NVR വരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് K1 K2 ക്ലാസിഫിക്കേഷൻ, അത് തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്ന ഈ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വരുന്നത്, നമ്മുടെ മോഡൽ നമ്പർ പറയുകയാണെങ്കിൽ DS7608 NXI K1ഉം DS7608 NXI K2, DS7616 NXI K1, DS7616 NXI K2. ഈ ക്ലാസിഫിക്കേഷൻ, അതായത് ഈ ടൈപ്പ് NVRകളിലാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഞാൻ ഈ ഒരു റിസർച്ചിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന 4 NVRകൾ ഇതാണ്. അപ്പോൾ ഈ NVRകൾ തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ്, K1 K2 ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്കറിയാം. K1 മീൻസ് ഒരു ഹാർഡ് ഡിസ്ക് ഇടുന്നത്, K2 മീൻസ് രണ്ട് ഹാർഡ് ഡിസ്ക് ഇടുന്നത്. നമ്മുടെ ഫേസ് റെക്കഗ്നേഷൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ K1 NVR 16 ലൈബ്രറി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5000 ഫേസ് പിക്ചേഴ്സും സേവ് ചെയ്യാൻ നമുക്ക് കഴിയും. അതേസമയം K2 സീരീസ് ആണെന്നുണ്ടെങ്കിൽ 16 ലൈബ്രറി തന്നെയാണ് വരുന്നത്, പക്ഷേ 20,000 ഫേസ് പിക്ചേഴ്സ് നമുക്ക് അതിനുള്ളിൽ സേവ് ചെയ്യാൻ കഴിയും. ഇനി നമ്മുടെ ഫേസ് ഡിറ്റക്ഷനിലേക്ക് വന്നാൽ നിങ്ങൾക്കറിയാം, ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു ക്യാമറ വെച്ചിരിക്കുകയാണ്, നമുക്ക് ലൈവ് വ്യൂ വരുന്നുണ്ട്. അതായത് നമ്മൾ ക്യാമറ വെച്ചിരിക്കുന്നതിന് മുമ്പിലൂടെ ആരെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ റിയൽ ടൈം ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം.
അപ്പോൾ നമ്മുടെ K1 സീരീസ് NVR ആണ് നിങ്ങൾ വെച്ചേക്കണമെങ്കിൽ ഒരു ചാനലിൽ മാത്രമാണ് ആ ഒരു ഫേസ് ഡിറ്റക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ K2 സീരീസിലും ഒരു ചാനൽ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ K1-ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 മെഗാ പിക്സൽ ക്യാമറ വരെയാണ് മാക്സിമം അതിൽ ഫേസ് ഡിറ്റക്ഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ K2-ൽ നമുക്ക് 8 MB അതായത് 4K റെസൊല്യൂഷനുള്ള ക്യാമറ വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ലൈവ് വീഡിയോയിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ ഫേസ് പിക്ചർ കമ്പാരിസൺ വർക്ക് ചെയ്യുന്നത് നമ്മുടെ പ്ലേബാക്ക് വീഡിയോയിലാണ്, അതായത് കഴിഞ്ഞു പോയ വീഡിയോയിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അവിടെ വന്നെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് ആരോ പറയുന്ന കേട്ടു, പക്ഷേ നമ്മൾ ആ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അയാളുടെ ഒരു പിക്ചർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു പിക്ചർ നമ്മുടെ NVR-ലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ NVR തന്നെ തിരയും. നമ്മളായിട്ട് തിരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ NVR തന്നെ തിരഞ്ഞു നോക്കും. അങ്ങനെ തിരഞ്ഞു നോക്കുമ്പോൾ നമ്മൾ K1 സീരീസ് NVR എടുത്തേക്കണമെങ്കിൽ നമുക്ക് 2 ചാനലിൽ മാത്രമാണ് ആ ഒരു ഫീച്ചർ കിട്ടുന്നതെങ്കിൽ K2 സീരീസ് ആണ് എടുത്തേക്കണമെങ്കിൽ നമുക്ക് 4 ചാനലിൽ ആ ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് K1-ഉം K2-ഉം തമ്മിൽ ഫേസ് പിക്ചർ കമ്പാരിസണിൽ വരുന്ന ഒരു ഡിഫറൻസ്. അപ്പോൾ ആരാണ് മിടുക്കൻ? നമ്മുടെ K2 സീരീസ് അല്ലേ അപ്പോൾ മിടുക്കൻ. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. നമുക്കറിയാം നമ്മുടെ അക്യൂസെൻസ് ക്യാമറകൾ അല്ലെങ്കിൽ അക്യൂസെൻസ് NVR നമ്മൾ എടുക്കുന്നതിൻ്റെ പർപ്പസ് തന്നെ നമ്മുടെ ഫോണിലേക്ക് ഹ്യൂമൻ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ വെഹിക്കിൾ ഡിറ്റക്ഷൻ അലേർട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ K1 സീരീസ് NVR ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാനലിൽ മാത്രമാണ് NVR ബേസ്ഡ് അക്യൂസൻസ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ K2 സീരീസ് ആണ് നിങ്ങൾ എടുത്തേക്കണമെങ്കിൽ എല്ലാ ചാനലിലും ആ പറയുന്ന മോഷൻ ഡിറ്റക്ഷൻ 2.0 സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അക്യൂസൻസ് ഫീച്ചർ നമുക്ക് ബൈ NVR ബേസ് ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആപ്ലിക്കബിൾ ആകുന്നത്. അക്യൂസൻസ് ബൈ ക്യാമറയാണെന്നുണ്ടെങ്കിൽ അത് ക്യാമറ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള മറ്റൊരു വ്യത്യാസം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെക്കേണ്ടത് 4 മെഗാ പിക്സൽ ക്യാമറ ആയിരിക്കണം, അല്ലാതെ ഈ 6 മെഗാ പിക്സലോ 8 MB റെസൊല്യൂഷൻ വരുന്ന ക്യാമറയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫീച്ചേഴ്സ് ഒന്നും ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഇനി നമ്മുടെ പെരിമീറ്റർ പ്രൊട്ടക്ഷനിലേക്ക് വന്നാൽ എന്താണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ മീൻസ് ഇറ്റ്സ് എ ബൗണ്ടറി. അപ്പോൾ നമ്മുടെ ഈ അക്യൂസൻസ് ക്യാമറയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഓൺ സ്പോട്ട് നമുക്കൊരു അലേർട്ട് ഉണ്ടാവും. ഈ അലേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേണമെങ്കിൽ വീടിൻ്റെ ചുറ്റും നമ്മൾ ഇട്ടിരിക്കുന്ന ലൈറ്റുകൾ ഒരേ സമയം തെളിയുന്ന രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ഒരു ബസർ അടിക്കുന്ന രീതിയിൽ അവർക്ക് ഒരു പെട്ടെന്ന് ഇവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അലേർട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇനി മൊബൈൽ നോട്ടിഫിക്കേഷൻ വരുത്താൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് പെരിമീറ്റർ പ്രൊട്ടക്ഷനിലാണ്. അപ്പോൾ പെരിമീറ്റർ പ്രൊട്ടക്ഷനിൽ 2 ഇവന്റ്സ് ആണ് പ്രധാനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ലൈൻ ക്രോസിങ്ങും 2 ഇൻട്രൂഷൻ ഡിറ്റക്ഷനും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമ്മളിപ്പോൾ നമ്മുടെ ചാനൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ വെക്കുന്ന ക്യാമറയുടെ ഹൈറ്റ് എത്രത്തോളം ഉയരത്തിലായിരിക്കണം, അതിന് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കമ്പനീസ് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചാനൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ വീഡിയോ ആയിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പെരിമീറ്റർ പ്രൊട്ടക്ഷൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് നമ്മുടെ അക്യൂസൻസ് K1 സീരീസ് NVR ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതൊരു സിംഗിൾ ചാനലിലും, അതുപോലെ തന്നെ K2 സീരീസ് ആണ് എടുക്കണമെങ്കിൽ 2 ചാനലിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മൾ വെക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് 4 മെഗാ പിക്സൽ വരെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുള്ളൂ. അതാണ് മറ്റൊരു കാര്യം കേട്ടോ. പിന്നെ ഇനി ബാൻഡ് വിഡ്ത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബാൻഡ് വിഡ്ത്ത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന K2 സീരീസ് NVR ആയിരിക്കും. പിന്നെ നമ്മൾ K2 സീരീസ് NVR ആണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ 4U അല്ലെങ്കിൽ 6U റാക്ക് എടുക്കുമ്പോഴത്തേക്കും അത് ഒരിക്കലും 350D റാക്ക് ആകാൻ പാടില്ല. കാരണം 350D റാക്കിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഈ പറയുന്ന NVR കയറില്ല കേട്ടോ. അപ്പോൾ K2 സീരീസ് NVR എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 450D റാക്ക് ആയിരിക്കും എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. 4U 450D അല്ലെങ്കിൽ 6U 450D അങ്ങനെയുള്ള റാക്കുകൾ എടുക്കുക. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ K1 സീരീസ് NVR എടുക്കുന്നേക്കാൾ കുറച്ച് പൈസയും കൂടെ നിങ്ങൾ കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് പൈസയല്ല കുറച്ച് രൂപയും കൂടെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് K2 സീരീസ് NVR എടുക്കാവുന്നതാണ്. K2 സീരീസ് NVR എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആദ്യം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 4 TB ഹാർഡ് ഡിസ്ക് മാത്രമാണ് വെച്ചത്. പിന്നെ നമുക്ക് തോന്നുവാണ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും
കുറച്ചും കൂടെ റെക്കോർഡിംഗ് ഒന്ന് കൂട്ടണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഹാർഡ് ഡിസ്ക് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹാർഡ് ഡിസ്ക് കൂടെ അതിനകത്തോട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റെക്കോർഡിംഗ് ഒന്നും കൂടെ ഒന്ന് കൂട്ടാനൊക്കെ പറ്റും. അപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന ഈ K2 സീരീസ് NVRൽ മാത്രമാണ് നമ്മുടെ അലാം ഫെസിലിറ്റി വരുന്നത്. K2 സീരീസ് NVR എടുത്താൽ മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന വീടിൻ്റെ ഉള്ളിൽ അലാം അടിക്കുന്ന ഫെസിലിറ്റി ഒക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് അലാം ഇൻപുട്ടും അലാം ഔട്ട്പുട്ടും സപ്പോർട്ട് ചെയ്യുന്നത് K2 സീരീസിൽ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ മെമ്പേഴ്സ് വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന ലൈറ്റ് കത്തും, അതായത് ലൈറ്റ് കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ചുറ്റും നമ്മുടെ ലൈറ്റ് തെളിയുന്ന ആ ഒരു ടെക്നിക്ക് അതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരും. എൻ്റെ കയ്യിലൊരു സാധനം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതൊരു റിലേ സ്വിച്ചാണ്. ഈ ഒരു റിലേ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് വീടിന് ചുറ്റും ഒരേ സമയം ലൈറ്റ് തെളിക്കാൻ പറ്റും. അതുപോലെ തന്നെ 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഹൂട്ടർ അല്ലെങ്കിൽ സ്പീക്കർ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ കഴിയും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന K2 സീരീസ് NVRൽ ചെയ്യാൻ കഴിയും. പക്ഷേ അതൊന്നും K1 സീരീസ് NVRൽ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ K1 സീരീസ് NVR പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്ക് തോന്നുവാണ് ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, അതായത് ഹാർഡ് ഡിസ്ക് ഒന്നുകൂടെ കൂട്ടണമെന്നോ അല്ലെങ്കിൽ അലാം സെറ്റപ്പ് ചെയ്യണമെന്നോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എന്തായാലും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു അല്പം കൂടെ കാശിട്ട് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്, ഈ ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി അല്ലെങ്കിൽ വെർത്താണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്നും കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ ടെക്നിക്കൽ വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്. വേറെ ട്രാവൽ വ്ളോഗ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ ഒരു കാലത്തും ബുദ്ധിമുട്ടിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.